ജഡ്ജ്മെന്റും അണ്ടർസ്റ്റാൻഡിങ്ങും. ഇപ്പൊ നമ്മളോട് ഒരാൾ മോശമായിട്ട് പെരുമാറി എന്ന് വെക്കുക, അതല്ല നമ്മൾ പാർട്ട്ണറോട് ഒരു കാര്യം പറയുമ്പോൾ അവർ പ്രോപ്പറായിട്ട് തന്നെ റെസ്പോൺസ് തരുന്നില്ല, അങ്ങനെ പല സാഹചര്യത്തിൽ എന്ത് ചെയ്യും, നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ബ്രെയിൻ ഏറ്റവും ഷോർട്ട് കട്ടായിട്ടുള്ള രീതിയാണ് ഒരു കാര്യത്തിന് എടുക്കുക. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ക്ലോസ് ആവും എന്നുള്ളതാണ്. പകരം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ ചെയ്യപ്പെട്ടു, ചിലപ്പോൾ അയാൾ ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മളുടെ ഒരു പാർട്ട്ണർക്ക് ചിലപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ എന്തെങ്കിലും ഉണ്ടാവുക, അങ്ങനെ പല കാരണങ്ങളായിരിക്കും പല ആൾക്കാർ പല തരത്തിൽ നമ്മളോട് റെസ്പോൺസ് ചെയ്യാണ്ടാവുക. അപ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റിലേഷൻഷിപ്പ് ഒന്നും പാടെ ബെറ്റർ ആക്കാൻ പറ്റും, നമ്മളുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ലെവൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് ഈസിയാണ് എന്ത് ചെയ്യാൻ, ജഡ്ജ് ചെയ്യാൻ, ബട്ട് ഹാർഡാണ് എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. പക്ഷേ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുള്ളതിന് അർത്ഥം എന്തല്ല, നമ്മൾ ഇവർ പറയുന്നതിന് അഗ്രി ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല, നമ്മൾ ഇവർ പറയുന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കാം, ജഡ്ജ്മെന്റ് കുറച്ച് വെക്കാൻ ശ്രമിക്കാം. താങ്ക് യു.